നമസ്കാരം, ഞാൻ നാസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കറുപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കറുപ്പ് ഷർട്ടും കറുപ്പ് വാച്ചും ഒക്കെ ആക്കിയത്. കറുത്ത ഫ്രെയിമും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറുപ്പ് തന്നെ ആവട്ടെ. പണ്ട് കറുപ്പിന് 7 അഴക് എന്നാണ് പറഞ്ഞിരുന്നത്. അഴക് മാത്രമല്ല, ആരോഗ്യം നൽകാൻ കറുപ്പിന് കഴിയുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ചാനലിലൊക്കെ കറുപ്പിനെ കുറിച്ചും കറുപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെയാണ് ചർച്ച നടക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ഈ പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. ഞാൻ കഴിഞ്ഞ മാസം കറുത്ത വെളുത്തുള്ളിയെക്കുറിച്ച് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ ഇനി നാസറിൻ്റെ കയ്യിൽ കറുത്ത വല്ലതും ഉണ്ടോ എന്ന് എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ചു ചോദിച്ചിരുന്നു. ഒരു കരിങ്കോഴി വേണമെങ്കിൽ 1 or 2 എണ്ണം വീട്ടിലുണ്ട്. അപ്പോഴാണ് ജി കിങ്ങിൻ്റെ സാലിഹ് 18 തരം മില്ലറ്റുകളുടെ പാക്കറ്റുമായി വരുന്നത്. അതിൽ നിന്ന് പ്രത്യേകം എടുത്തു മാറ്റിയതാണ് കറുത്ത അരിയും കറുത്ത ഗോതമ്പും മണവാളൻ അരിയും പിന്നെ കറുത്ത ഏലക്കയും. എൻ്റെ ഭാര്യയും മക്കളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ സ്ഥിരമായി എന്തൊക്കെ മറന്നു വെക്കുക പതിവാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നു വെക്കും. ആ കൂട്ടത്തിൽ ഇപ്രാവശ്യം നമ്മുടെ പാവം കറുത്ത ഏലക്കയും കിട്ടും. സാരമില്ല, നമുക്ക് ഉള്ള കറുപ്പ് കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെട്ടാലോ. ഇത് കണ്ടോ, ഇത് കാണുന്നുണ്ടോ? കട വാരി പിടിച്ചത് വില കൂടിയ സാധനം, ചിന്തിക്കുമോ? ഇത് കണ്ടോ, ഇതാണ് കറുത്ത അരി. ഇതിങ്ങനെ കണ്ടാൽ മതി. ഇതൊക്കെ അവിടെ വാരി വലിച്ചു വെക്കാൻ കയ്യിലുള്ള സ്ഥലമില്ല. എനിക്കങ്ങനെ വലിയ വഴക്കുമില്ല. ഇതുണ്ടോ, നല്ല കറുത്ത അരി. ഒരു കാലത്ത് ചൈനയിൽ ഈ കറുത്ത അരിക്ക് റോയൽറ്റി ഏർപ്പെടുത്തിയിരുന്നു. ഇത്രയും പോഷകവും ആരോഗ്യദായകവുമായ അരി സാധാരണക്കാർ കൃഷി ചെയ്യാനോ ഉപയോഗിക്കാനോ പാടില്ല. അന്ന് ചൈനയിൽ അത് കടുത്ത കുറ്റമായിരുന്നു. എന്നാൽ ഇന്ന് വില അല്പം കൂടുതലാണെങ്കിലും ലോകമെമ്പാടും ഈ അരി ലഭ്യമാണ്. ശരീരത്തിൽ പുതിയ പ്രോട്ടീനുകളും പേശികളൊക്കെ രൂപപ്പെടുന്നതിന് ആവശ്യമായ അമിനോ ആസിഡുകൾ ഈ കറുത്ത അരിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ചെറിയ അളവിലുള്ള മോണോ സാച്ചുറൈസ്ഡ്, അതുപോലെ തന്നെ പോളി അൺസാച്ചുറൈസ്ഡ്, അത് കൊഴുപ്പുകൾ കുറവായതുകൊണ്ട് ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ് അത്ര. സ്തനാർബുദം തടയുന്നതിനും കരളിൻ്റെ പ്രവർത്തനത്തിനും കാഴ്ചശക്തിക്കും എല്ലുകളുടെ ബലത്തിനും ഈ തടി കുറയാനും ചീത്ത കൊളസ്ട്രോളും ഒക്കെ കുറയുന്നതിനും ഈ കറുത്ത അരി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ അടങ്ങിയ ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറവുള്ള അരി ആയതുകൊണ്ട് ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ കറുത്ത അരി. ഇത് കണ്ടോ, ഇതൊരു മറ്റൊരു കിടിലൻ സംഭവമാണ്. കറുത്ത ഗോതമ്പ് ഏകദേശം കറുത്ത അരിയുടെ അതേ ഗുണങ്ങൾ തന്നെയാണ് ഈ കറുത്ത ഗോതമ്പിനുമുള്ളത്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുമത്ര ഈ ഗോതമ്പിന്. മാത്രമല്ല ടെൻഷനൊക്കെ കുറക്കാനും ഉത്തമ ഔഷധമാണ് ഈ കറുത്ത ഗോതമ്പ് എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതവണ്ണം കുറക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് കഴിക്കുന്ന നന്നായിരിക്കും. സാധാരണ ഗോതമ്പിനേക്കാൾ ആന്തോസിയാനിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് ശരീരത്തിലെ ഫ്രീ റാഡിക്കുകളെ നീക്കം ചെയ്യാനുള്ള കഴിവും സിങ്കിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിനും ഈ ഗോതമ്പ് ഏറെ ഗുണകരമാണ്. ഇത് കണ്ടോ, ഇവരൊരു 1-1.5 അരിയാണ് കേട്ടോ. ഇതാ കണ്ടോളി, ഇപ്പം തന്നെ കണ്ടോളി. ചിലർക്ക് കാണാനേ കഴിയുള്ളൂ. പിന്നെ ഇതിൻ്റെ പേരാണ് മണവാളൻ അരി. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായില്ല, മണവാളൻ അരി. ഈ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് ഇവൻ്റെ സ്വദേശം. നവദമ്പതികളൊക്കെ മധുവിധ നാളിൽ കഴിക്കുന്നത് ഈ അരിയാണത്രേ. വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ കുറച്ച് നാൾ മുമ്പ് ഈ അരി സ്ഥിരമായി കഴിച്ചിട്ട് കരുത്ത് ആർജിച്ചതിന് ശേഷം അവിടെയുള്ള ഒരു മലയിൽ ഒരു പാറയുണ്ട്. ആ പാറ ഉയർത്തി തൻ്റെ പൗരുഷത്വവും ശക്തിയും തെളിയിക്കണം. അതുകൊണ്ടാണ് ഇതിനെ മണവാളൻ്റെ അരി എന്ന അർത്ഥം വരുന്ന മാപ്പിള സാമ്പെ എന്ന പേര് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നത്. ഇത് കേട്ട് പലരുടെയും മനസ്സിൽ എടുപൊട്ടിക്കാണും. ഞാൻ ഈ അരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, നീ ഈ വയസ്സാ കാലത്താണ് നാസർ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പറയണ്ടേ എന്നാണ്. എന്തായാലും ഇനി കല്യാണം കഴിക്കാനൊക്കെ ബാക്കിയുള്ളവർക്കും ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ 1 നമ്പർ മണവാളൻ അരി ഉപയോഗിച്ച് നോക്കട്ടെ. ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടും.